നിങ്ങൾ എൻ്റെ ഒരു 200 ഒട്ടകത്തെ നിങ്ങൾ എടുത്തിട്ടുണ്ട്, അതെനിക്ക് തിരിച്ചു തരണം. അപ്പൊ അബ്രഹത്ത് പറയുന്നൊരു വാക്കുണ്ട്, കുന്ത അജബ്തനി ഹീനർ ഐത്തുക്, നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ വല്ലാതെ അത്ഭുതപ്പെടുകയും അമ്പരന്ന് പോവുകയും ചെയ്തിരുന്നു. പക്ഷെ നിങ്ങളോട് സംസാരിച്ച സമയത്ത് എല്ലാ വിലയും പോയിട്ട് വന്നു. നിങ്ങൾ കഅബക്ക് വേണ്ടിയല്ലേ സംസാരിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ സമുദായത്തിന് വേണ്ടിയല്ലേ സംസാരിക്കേണ്ടത്, നിങ്ങൾ എന്താ നിങ്ങളുടെ ഒട്ടകത്തിന്റെ വിഷയത്തിൽ സംസാരിക്കുന്നത്? അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ മറുപടി, ഇന്നി അന റബ്ബുൽ ഇബിൽ വ ഇന്നലിൽ ബൈത്ത് റബ്ബൻ സയംനഉഹു, ഈ ഒട്ടകത്തിന്റെ ഉടമ ഞാനാണ്, ഈ കഅബക്ക് മറ്റൊരു റബ്ബുണ്ട്, അവർ ആ കഅബയെ സംരക്ഷിച്ചുകൊള്ളും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഉടനെ തന്നെ അബ്രഹത്ത് പിന്നെ ഒരു ധാരണയിലെത്തി. എല്ലാവരോടും നിങ്ങൾ ഇവിടുത്തെ ഇവാക്വേഷൻ നടത്താൻ വേണ്ടി പറഞ്ഞു. ഇവിടെയുള്ള എല്ലാവരെയും നിങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവാക്വേഷൻ ഒക്കെ നടത്തണമെന്ന് പറഞ്ഞു. എങ്ങോട്ട് മാറ്റും? അബ്രഹത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. അബ്രഹത്ത് പറഞ്ഞു, എല്ലാവരും ജബലുന്നൂർ, ഹിറാ ഗുഹ നിലകൊള്ളുന്ന ജബലുന്നൂർ കുന്നിലേക്ക് എല്ലാവരും ഇന്ന് തന്നെ കയറണമെന്ന് പറഞ്ഞു. അവിടെ കുറച്ചു കാലം സെറ്റിൽ ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും, മക്കയിൽ നിന്ന് എല്ലാവരെയും ഒഴിപ്പിച്ചു. അങ്ങനെ അബ്രഹത്തും കൂട്ടരും മഹ്മൂദ് എന്ന ആനപ്പുറത്ത് അബ്രഹത്ത് ഇരുന്നിട്ട് ആ ആനപ്പടയെയും നയിച്ചുകൊണ്ട് അവര് നേരെ കഅബയുടെ അരികിലെത്തുമ്പോ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോ അബ്രഹത്തിന്റെ ആന മുട്ടുകുത്തി. അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. എന്ത് പണിയെടുത്തിട്ട് മുന്നോട്ട് പോകുന്നില്ല. മറ്റേതൊരു ദിശയിലേക്ക് ആനയെ തിരിച്ചാലും ആന പോകും, പക്ഷെ കഅബയുടെ ഭാഗത്തേക്ക് മാത്രം ആന പോകുന്നില്ല. മറ്റാനകളെല്ലാം അതുപോലെ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അബ്രഹത്ത് പറയുന്നത്, ഇനി നിങ്ങളെല്ലാം, അപ്പോ അബ്രഹത്ത് സൈന്യത്തോട് പറയുന്നത്, നിങ്ങൾ നേരെ ചെന്നുകൊണ്ട് നിങ്ങൾ കഅബ പൊളിക്കണമെന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ ടാങ്കിന്റെ ഒക്കെ സ്ഥാനത്താണ് അന്നത്തെ ആനകൾ ഉണ്ടായിരുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു ബോംബാർഡ്മെന്റ് നടത്തി അവിടെ. സൂറത്ത് നമുക്കറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ അബാബീൽ എന്ന ഒരു കൂട്ടം പക്ഷികളെ, അവരുടെ 2 കാലുകളിലും ഓരോ കല്ല് വീതം, ചുണ്ടിലും ഓരോ കല്ല് വീതം, ഒരു പക്ഷിക്ക് 3 കല്ല്, ചുട്ടുപഴുത്ത കല്ല്, അള്ളാഹുവിന്റെ മിസൈൽ, അള്ളാഹുവിന്റെ ബോംബ്, ആ ഒരു കല്ല് വീതം അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്നും പറഞ്ഞയക്കുന്നു. അങ്ങനെ ആ പക്ഷികൾ അബ്രഹത്തിന്റെയും സൈന്യത്തിന്റെയും എല്ലാം തലയിലേക്കും ശരീരത്തിലേക്കും ഈ കല്ലുകൾ വർഷിക്കുന്നു. ആ കല്ലുകൾ ശരീരത്തിൽ തുളഞ്ഞു കയറിയിട്ട് ശരീരം നുറുങ്ങി കഷ്ണങ്ങളായി മാറുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു, ഉരുകി വലിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ അബ്രഹത്തിന്റെ സൈന്യത്തെ മുഴുവനും നാമാവശേഷമാക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. അബ്രഹത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സൈന്യത്തിലുള്ള ആളുകൾ ശ്രമിച്ചെങ്കിലും ആ സനആ വരെ ഓടി എത്തി അവിടെ നിന്ന് മരണപ്പെട്ടു. ചിലരൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്.